കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെയാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് തേങ്ങ ചുരണ്ടിയതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്, കുറച്ച് വേപ്പില, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ജാറിലിട്ടാൽ നമുക്ക് വേഗം നന്നായി അരഞ്ഞു കിട്ടും. നമുക്ക് ചെറിയ ജാറിലിട്ട് ഒന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിയാൽ നമുക്കിത് നല്ലോണം അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പതുക്കെ അടിച്ചെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കിട്ടിയേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ പുളി തന്നെ വരും. ഇല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി പിറ്റേ ദിവസം എടുത്താലും കറിക്ക് നല്ല പുളി കിട്ടും. തൈരും ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല. നമുക്ക് കറിയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് കറിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയരപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറും കൂടി എടുത്തിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന അതിഥികൾക്ക് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ചേർക്കണില്ല. വെറുതെ ഒരു മോര് ചാറ്, അത്രേ പെട്ടെന്ന് തയ്യാറാക്കാം, നല്ല ടേസ്റ്റോടുകൂടി. ഇതിലിപ്പോൾ ഞാൻ 2 പീസ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി ചേർത്തത്. അതുകൊണ്ട് ഞാൻ ഇതിൽ 2 പീസ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ സ്മെല്ല് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വെളുത്തുള്ളി ചേർക്കണ്ട. നമ്മുടെ അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തൈരെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ കറിയിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് തൈര് ഒഴിച്ചത് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തൈര് ചേർത്ത് കൊടുത്താൽ നമുക്ക് അധികം നേരം തിളയ്ക്കാൻ പാടില്ല. പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ആക്കണം. അല്ലെങ്കിൽ നല്ലോണം തിളച്ച് പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളായിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫാക്കാം. അധികം തിളയ്ക്കേണ്ട. ഇങ്ങനെ വരുമ്പോഴേക്കും തന്നെ സ്റ്റവ് ഓഫാക്കാം. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിനി കറിയിലേക്ക് കടുക് താളിച്ചിടാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. വെളിച്ചെണ്ണ ആണ് ഇതിന് ടേസ്റ്റ് കിട്ടണത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക്
2 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു കളറിന് ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചൂടാക്കിയിടാം. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിരിക്കണേ. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ സ്റ്റൗവ് നമുക്ക് ഓഫാക്കിയതിന് ശേഷം മാത്രം നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവ് ഓഫാക്കാം. അതിന് ശേഷം മാത്രം ഈ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കുക. ഇതും കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല കളർ കിട്ടും. ഇനി നമുക്ക് ഈ കറിയുടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു നുള്ള് കായം പൊടി ഇടാം. ചിലർ കായത്തിൻ്റെ പൊടി ഇടും, ചിലർ ഉലുവയുടെ പൊടി ഇട്ടാലും കുഴപ്പമില്ല. ഒരു വേറെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിതിൽ വറുത്തിടാൻ നേരത്ത് ഉലുവ ചേർത്ത കാരണമാണ് ഉലുവ പിന്നെ ചേർക്കാഞ്ഞത്. ചിലർ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടി ഇടും, അല്ലെങ്കിൽ ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇട്ടത്. കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മോരുകറി, അതായത് പുളിശ്ശേരി കറി റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്ത പുളിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്കിപ്പോൾ വയ്യാതിരിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.